ഇന്ന് കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗം 3 മണിക്ക് ആരംഭിക്കുകയായിരുന്നു. ഈ 2018 കൊച്ചി മേയർ ഇപ്പോഴത്തെ മേയർ മിനിമോൾ അന്ന് പാലാരിവട്ടം കൗൺസിലായിരിക്കുന്ന സമയത്ത് പാലാരിവട്ടത്തൊരു ഫ്ലാറ്റ് പണിയുമായി ബന്ധപ്പെട്ട് അവിടെ കവളത്തെന്ന് പറയുന്ന ഒരു റോഡ്, ആ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഈ ലെറ്റർ, ഈ കാണുന്ന ലെറ്റർ എല്ലാവർക്കും കാണാം. മേയർ മിനിമോളുടെ പഴയ കൗൺസിലറിൻ്റെ ഒപ്പ് ഇട്ടിട്ടുള്ള ലെറ്ററാണത്. 3 ലക്ഷം രൂപ മേയർ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അറിയിക്കാതെ അവിടെ വെക്കുകയായിരുന്നു. ഇത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു 1.5 വർഷത്തിന് ശേഷം ഈ പണം തിരികെ കൊടുക്കുന്നത്. കട്ട മുതൽ തിരികെ കൊടുത്താൽ കളവല്ലാതാകുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ മറ്റു പല രീതിയിലും അഴിമതിയുടെ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദിര റെസ്റ്റോറൻറ്റ് എന്നുള്ള പേരിൽ, ഇന്ദിരയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാൻറ്റീൻ ആരംഭിച്ച് അത് ആശ്രിതർക്ക് കൊട്ടേഷനോ മറ്റ് നടപടിക്രമങ്ങളോ ഇല്ലാതെ അവിടെയും ആശ്രിതർക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടക്കാർക്ക് കൊടുത്തുകൊണ്ട് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ലക്ഷങ്ങൾ കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് കൊച്ചിയുടെ മേയർ മാറുകയാണ്. 4 മാസം കൊണ്ട് തന്നെ പരമാവധി കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൊച്ചിയുടെ മേയർ മാറുകയാണ്. ഈ കൊച്ചി മേയർ ഈ സ്ഥാനത്തിരിക്കുവാൻ അർഹതയല്ലാത്ത മേയറാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഈ മേയർ രാജിവെക്കുന്നതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൗൺസിലും ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭ സമരങ്ങൾക്ക് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ അത് വലിയ സമരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറും. അതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഇന്ന് കൗൺസിൽ സ്തംഭിപ്പിച്ചുകൊണ്ട്, ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ കൗൺസിൽ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആദ്യത്തെ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സമരം മേയർ രാജിവെക്കുന്നതുവരെ ഈ സമരം അസന്നിഗ്ധമായി തുടരുവാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്.